ആരോഗ്യവകുപ്പിലെ അനാസ്ഥ. കോൺഗ്രസ് ചിറ്റൂർ, കൊഴിഞ്ഞാമ്പാറ, നെന്മാറ, കൊല്ലങ്കോട് ബ്ലോക്ക് കമ്മിറ്റികൾ ചിറ്റൂർ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തി. കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്നത് PR പ്രചാരണം മാത്രമെന്ന ഉദ്ഘാടക രമ്യ ഹരിദാസ്. മികവിന്റെ കേന്ദ്രങ്ങളായിരുന്ന കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ തകർക്കുന്ന സമീപനമാണ് LDF സർക്കാരിന്റേത്. ഭൗതിക സൗകര്യങ്ങളില്ലാത്തതിനാൽ ആരോഗ്യപ്രവർത്തകർ ബുദ്ധിമുട്ടുകയാണ്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മുഴുവൻ മരുന്നുകളും സ്വകാര്യ കടകളിൽ നിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് ജനങ്ങളെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. എല്ലാ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട താഴെ തട്ട് വരെയുള്ള ആശുപത്രികളിൽ സാധാരണക്കാരൻ ചെല്ലുമ്പോൾ എല്ലാ സർജറി ഉൾപ്പെടെ തുടങ്ങുന്ന എല്ലാ ആവശ്യങ്ങളും മരുന്ന് വരെ പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യ മേഖലയെ തകർത്തിരിക്കുകയാണ്. സമാനമായ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സമാനമായ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ പല ആശുപത്രികളുടെയും കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിൽ നിൽക്കുകയാണ്. ചില കെട്ടിടങ്ങളൊക്കെ പൂർത്തിയായിട്ട് പോലും പേരിനത് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്, തുറന്നു കൊടുക്കാതെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാതെ. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ആശുപത്രിയിൽ രാത്രി കിടത്തി ചികിത്സ ഉറപ്പാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന പിണറായി വിജയൻ സർക്കാർ ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് സാധാരണക്കാരനെ എത്തിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചിറ്റൂർ ബ്ലോക്ക് പ്രസിഡന്റ് സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, ജനറൽ സെക്രട്ടറിമാരായ KS തനികാചലം, KC പ്രീത്, CC സുനിൽ, സജേഷ് ചന്ദ്രൻ, M നാരായണസ്വാമി, PS ശിവദാസ്, K ഗുരുവായൂരപ്പൻ, രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.